കാലം 80കളുടെ തുടക്കം. തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് മോഹൻലാൽ എന്ന പയ്യൻ BCom പൂർത്തിയാക്കിയ സമയം. നവാഗത സംവിധായകനായ ഫാസിൽ തന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പത്രപരസ്യം ചെയ്യുന്നു. സ്കൂളിലും കോളേജിലുമൊക്കെ ബെസ്റ്റ് ആക്ടർ സമ്മാനം നേടിയിട്ടുള്ള മോഹൻലാലിന്റെ ഫോട്ടോയും ബയോഡാറ്റയും ഉറ്റ സുഹൃത്തായ സുരേഷ് കുമാർ സിനിമാ കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നീട് നടന്നതല്ല മലയാളികൾക്ക് സുപരിചിതം. ഇവിടെ മോഹൻലാൽ പോലും അറിയാതെ ലാൽ എന്ന താരം ജനിക്കുകയായിരുന്നു. അതാണ് ലാൽ വിസ്മയം. സിനിമയിൽ കയറിക്കൂടണമെന്ന അദമ്യമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, അതിനായി അത്ര വലിയ ശ്രമങ്ങളൊന്നും നടത്താതെ സിനിമ എന്ന മായിക ലോകം അദ്ദേഹത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടെയാണ് മോഹൻലാൽ വ്യത്യസ്തനാകുന്നത്. ജീവിതത്തെ ഒരു ഫിലോസഫി പോലെ കണ്ട് ഒഴുക്കിനൊത്ത് നീന്തുന്ന മനുഷ്യൻ. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങിയ ആ ഒഴുക്ക് 2025 ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ഇതിനെല്ലാം സ്വതസിദ്ധമായ നിസ്സംഗതയോടും സൗമ്യതയോടും കൂടിയാണ് അദ്ദേഹം സമീപിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായ ഫാൽക്കെ അവാർഡ് നേടുമ്പോഴും ലാലിന്റെ സമീപനത്തിൽ മാറ്റമില്ല. ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തന്നെ അസാധാരണ പ്രതിഭയുടെ മിന്നലാട്ടം മോഹൻലാൽ എന്ന പുതുമുഖ നടനിൽ കണ്ടു. അതുവരെ കണ്ട വില്ലൻ കഥാപാത്ര ശൈലി അപ്പാടെ പൊളിച്ചെഴുതുന്നതായിരുന്നു ലാലിന്റെ പെർഫോമൻസ്. തുടർന്ന് കുറേയധികം സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങൾ, കൂടുതലും നെഗറ്റീവ് ക്യാരക്ടറുകൾ. അവിടെയും അതുവരെ കാണാത്ത എന്തോ ഒരു പ്രത്യേകത. ആ പ്രത്യേകതയാണ് ലാലിനെ ഇന്ന് കാണുന്ന കംപ്ലീറ്റ് ആക്ടറിലേക്ക് വഴിതെളിച്ചത്. 83ഓടെ വില്ലനിൽ നിന്ന് നായക വേഷത്തിലേക്കുള്ള പ്രവേശനം. ആട്ടക്കലാശം, എങ്ങനെ നീ മറക്കും, കാറ്റത്തെ കിളിക്കൂട്, അതിരാത്രം തുടങ്ങിയ സിനിമകളിലൂടെ നായകനായി ലാൽ ചുവടുറപ്പിക്കുകയായിരുന്നു. 80കളുടെ ആദ്യ പകുതി കഴിഞ്ഞതോടെ മോഹൻലാൽ തരംഗം തന്നെ ദൃശ്യമായി തുടങ്ങി. സന്മനസ്സുള്ളവർക്ക് സമാധാനവും, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും താളവട്ടവും ഒക്കെ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ചലനം ഇന്നും തുടരുകയാണ്. പുതിയ തലമുറ യൂട്യൂബിലും ചാനലിലൂടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ഈ സിനിമകൾ തന്നെ. നമ്മുടെ അയൽപ്പക്കത്തെ ഒരു സാധാരണ യുവാവ് എന്ന ഇമേജ് മലയാള സിനിമയിൽ അതുവരെ കാണാത്ത വീരനായകന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ലാൽ പകർന്നാടിയ വേഷങ്ങൾ. ബോയിങ് ബോയിങ്, പഞ്ചാഗ്നി, കരിമ്പിൻ പൂവിനക്കരെ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, 1 മുതൽ 0 വരെ, സുഖമോ ദേവി, മിഴിനീർ പൂവുകൾ, കണ്ടുകണ്ടറിഞ്ഞു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങി 80കളുടെ ആദ്യ പകുതിയിൽ ലാൽ വസന്തം പൂത്തുലയാൻ തുടങ്ങി. 80കളുടെ രണ്ടാം പകുതി ആയപ്പോഴേക്കും മലയാള സിനിമയുടെ പ്രയാണം മോഹൻലാലിനെ ചുറ്റിപ്പറ്റി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, ജോഷി, കമൽ തുടങ്ങി പ്രതിഭാധനരുടെ മികവുറ്റ സിനിമകൾ. കിരീടം എന്ന സിനിമയൊക്കെ മലയാളികളുടെ മനസ്സിൽ സൃഷ്ടിച്ച ചലനം മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണ്. ഓട്ടോ, ഹിസ് ഹൈനസ് അബ്ദുള്ള, ലാൽ സലാം, ഇന്ദ്രജാലം, ഭരതം, വാനപ്രസ്ഥം. അദ്ദേഹം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചിത്രങ്ങളുടെ നിര നീളുകയാണ്. 1990 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങൾ എടുത്താൽ ഫ്ലോപ്പുകളും ആവർത്തന വിരസതയുള്ള സിനിമകളും ഇടയ്ക്കിടെ വന്നെങ്കിലും അതിനും മേലെ ഇടയ്ക്കിടെ വമ്പൻ ഹിറ്റുകൾ നൽകി ലാൽ അത്ഭുതപ്പെടുത്തി. വിയറ്റ്നാം കോളനി, മിഥുനം, ദേവാസുരം, മായാമയൂരം, പവിത്രം, തേന്മാവിൻ കൊമ്പത്ത്, സ്ഫടികം, കാലാപ്പാനി, ചന്ദ്രലേഖ, ഉസ്താദ്, ആറാം തമ്പുരാൻ, കന്മദം, വർണ്ണപ്പകിട്ട്, ഇരുവർ, നിർണയം, തച്ചോളി വർഗീസ് ചേകവർ, അയാൾ കഥയെഴുതുകയാണ്, ഒളിമ്പ്യൻ അന്തോണി ആദം തുടങ്ങി 90കളിൽ ലാലിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമകൾ ഒട്ടേറെ ഉണ്ടായി. 90കളുടെ അവസാനം ഇറങ്ങിയ നരസിംഹം എന്ന ചിത്രത്തോടെ മറ്റൊരു ലാൽ ഇമേജ് കൂടി പ്രേക്ഷക മനസ്സിൽ കുടിയേറുകയായിരുന്നു. മീശ പിരിക്കുന്ന നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന നായക സങ്കല്പം അറിഞ്ഞോ അറിയാതെയോ ലാൽ പ്രേക്ഷകരിലേക്ക് സംവഹിച്ചു. തിയേറ്ററുകളിൽ ഉത്സവ പ്രതീതി സൃഷ്ടിച്ച ഒരു സിനിമാ സംസ്കാരത്തിനു കൂടിയാണ് ഇതുവഴി തുടക്കം കുറിച്ചത്. പ്രജ, രാവണപ്രഭു, നാട്ടുരാജാവ്, നരൻ, മാടമ്പി, ഛോട്ടാ മുംബൈ തുടങ്ങി 2016 പുലിമുരുകൻ വരെ ഇത്തരം ലാൽ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്ത സിനിമകളായിരുന്നു. ലാലിന്റെ കരിയറിനെയും അഭിനയത്തെയും കുറിച്ചുമൊക്കെ സിനിമാ പ്രേമികൾക്ക് എത്ര ചർച്ച ചെയ്താലും തീരില്ല. അത്തരമൊരു രേഖാചിത്രമാണ് മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന നടൻ കോറിയിട്ടിരിക്കുന്നത്. ലാലിന്റെ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും അതുതന്നെ അവസ്ഥ. ഇവിടെ പരാമർശിക്കാത്ത 100 കണക്കിന് സിനിമകൾ ഇനിയുമുണ്ട്. മണിച്ചിത്രത്താഴ്, പക്ഷേ, പാദമുദ്ര, പട്ടണപ്രവേശം, ആര്യൻ, വരവേൽപ്പ്, തന്മാത്ര, ഉള്ളടക്കം, നാടുവാഴികൾ, താഴ്വാരം, ഒരു യാത്രാമൊഴി, ഗുരു തുടങ്ങി തലമുറകളിലൂടെ പ്രയാണം ചെയ്ത ഒട്ടേറെ സിനിമകൾ ഇനിയുമുണ്ട്. 2016-17 കാലമായപ്പോഴേക്കും മലയാള സിനിമയിലുണ്ടായ മാറ്റങ്ങൾ ലാൽ ചിത്രങ്ങളെയും ബാധിച്ചുവെന്ന് പറയാം. പുതുമുഖങ്ങൾ അപ്പാടെ പുതിയ സിനിമാ ശൈലിയുമായി രംഗം കൈയടക്കിയെങ്കിലും ഇടയ്ക്കിടെ ഹിറ്റുകളുമായി മോഹൻലാൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു. ലൂസിഫറും ദൃശ്യവും ബ്രോഡാഡിയും എംപുരാനും ഒക്കെ പുതിയ കാലത്തിന്റെ ലാൽ സിനിമകളായി. അതേസമയം കഴിഞ്ഞ വർഷം എത്തിയ തുടരും എന്ന ചിത്രത്തിലൂടെ ലാൽ വീണ്ടും തരംഗം സൃഷ്ടിച്ചു. മലയാള സിനിമ എത്രയൊക്കെ മാറിയാലും എത്രയെല്ലാം പുതിയവർ വന്നാലും ലാൽ ആ മാജിക് ഒരിക്കലും അവസാനിക്കുന്നില്ല. കഠിനാധ്വാനം എന്നത് മോഹൻലാലിന്റെ ജീവിതചര്യയോട് ചേർന്ന് നിൽക്കുന്നു. തൊഴിലിനോടുള്ള അർപ്പണബോധവും അഭിനിവേശവും ഇന്നും ഒരു തുടക്കക്കാരൻ്റേത് തന്നെ. തന്റെ സിനിമകളുടെ വിജയ പരാജയങ്ങളും ഒരു പരിധിവരെ അദ്ദേഹത്തെ ബാധിക്കാറില്ല. വിജയത്തിലും നേട്ടങ്ങളിലും അമിതമായി സന്തോഷിക്കുകയും പരാജയങ്ങളിൽ വിഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. കരിയറിലും ജീവിതത്തിലും ഉണ്ടാകുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഒക്കെ ഒരു ഫിലോസഫിക്കൽ ടച്ചോടെ നോക്കിക്കാണാനാണ് ലാലിന് ഇഷ്ടം. ഒഴുകി നടക്കുന്ന വ്യക്തി എന്നാണ് പലരും മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്നത്. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് ഒരു പ്രത്യേക താളത്തിലാണ് മോഹൻലാലിന്റെ ജീവിതം. ചിലപ്പോൾ ആത്മീയതയിൽ, ചിലപ്പോൾ തികഞ്ഞ ഭൗതികതയിൽ. എന്തിലേക്കും മാറാനുള്ള ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കാണാവുന്നതാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നിമിഷം കൊണ്ടാണ് അദ്ദേഹം മറ്റൊരു വ്യക്തിയാവുന്നത്.
സെറ്റിൽ സൊറ പറഞ്ഞും പതിഞ്ഞ ശബ്ദത്തിൽ കോമഡികൾ പറഞ്ഞും ഈസി മട്ടിലിരിക്കുന്ന മോഹൻലാലിന്റെ സ്റ്റാർട്ട് ആക്ഷൻ പറയുമ്പോഴുള്ള ഭാവ വ്യത്യാസം നമ്മെ വിസ്മയിപ്പിക്കും. കാലത്തിനും പ്രായത്തിനും അതീതനാണ് ലാൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയും അങ്ങനെ തന്നെ. പല അഭിനേതാക്കളുടെയും മുൻകാല സിനിമകൾ കാണുമ്പോൾ അഭിനയത്തിൽ കല്ലേടി നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ മോഹൻലാലിന്റെ ആദ്യകാല സിനിമകളിലെ പ്രകടനം ഇന്നും സ്വാഭാവികമായി തോന്നും. എക്കാലത്തും നിലനിൽക്കുന്ന ഇത്തരമൊരു ശൈലിയാണ് വ്യത്യസ്ത തലമുറകളിലും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുന്നത്.